രാവണൻ എങ്ങനെയാണ് ഇത്രയും ദുഷ്ടനായി ജനിച്ചതെന്ന് നമുക്ക് നോക്കാം. വിശ്രവസ എന്ന മുനി സന്ധ്യാസമയത്ത് പൂജകൾ അർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഭാര്യയായ കൈകസി പറഞ്ഞു, മുനിയെ, എനിക്ക് ഇപ്പോൾ തന്നെ മക്കൾ വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അതങ്ങ് സാധിച്ചു തരണം. അപ്പോൾ മുനി പറഞ്ഞു, ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും പാടില്ലാത്തതാണ്. എങ്കിലും നീ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ആഗ്രഹം സാധിച്ചു തരാം. പക്ഷേ ഇങ്ങനെയുണ്ടാകുന്ന മക്കൾ എത്രയും ദുഷ്ടരായിട്ട് വരും. അപ്പോൾ കൈകസി പറഞ്ഞു, ഇത് അങ്ങേക്കും ദോഷകരമായിട്ട് വരത്തില്ലേ? മക്കൾ ദുഷ്ടന്മാരായി വളർന്നാൽ അച്ഛനും അതൊരു കുറവല്ലേ? അപ്പോൾ മുനി പറഞ്ഞു, നിനക്ക് സമാധാനത്തിനായിട്ട് ഏറ്റവും ഇളയ മകൻ ദൈവഭക്തനായിട്ട് തന്നെ വരും. ബാക്കിയുള്ളവരും കീർത്തി ഐശ്വര്യവും ഒക്കെ ഉണ്ടാകും, പക്ഷേ ദുഷ്ടത ഉണ്ടായിരിക്കും എന്ന് മാത്രം. അങ്ങനെ 4 മക്കളുണ്ടായി. ആദ്യത്തെ മകൻ രാവണൻ, രണ്ടാമത്തെ മകൻ കുംഭകർണൻ, മൂന്നാമത്തേത് ശൂർപ്പണഖ, നാലാമത്തേത് വിഭീഷണൻ. ഇവർ മൂവരും തൻ്റെ ശക്തികളൊക്കെ ഒന്നുകൂടെ വർദ്ധിപ്പിക്കാനായി തപസ്സു തുടങ്ങി. ശക്തമായ